നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളുടെയും ഇപ്പോഴത്തെ ഒരു സാഹചര്യമായിട്ട് കാണുന്നത്, നിങ്ങളിപ്പോൾ വളരെയധികം ക്ഷീണിച്ച ഒരു അവസ്ഥയിലാണ് ഉള്ളതെന്നാണ്. ഇവിടെ പൊതുവെ മറ്റുള്ളവരോട് സഹായം ചോദിക്കാനായിട്ട് മടിക്കുന്ന, അല്ലെങ്കിൽ പുറത്തൊന്നും കാണിക്കാതെ എല്ലാം ഉള്ളിൽ തന്നെ ഒതുക്കി വയ്ക്കുന്ന ഒരു സ്വഭാവമാണ് നിങ്ങൾക്ക് ഉള്ളതെന്നാണ് കാണുന്നത്. അതേപോലെ തന്നെ ഉറക്കക്കുറവ്, അമിത ചിന്ത, പാസ്റ്റിലുള്ള പല കാര്യങ്ങളും വീണ്ടും വീണ്ടും മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു അവസ്ഥയും നിങ്ങൾക്കിപ്പോൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. കൂടാതെ ഇവിടെ നിങ്ങളിൽ പലരും നിലവിലൊരു പോരാട്ടത്തിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതൊരു പക്ഷേ ഒരു വ്യക്തിയോടുള്ള പോരാട്ടമായിരിക്കാം, അല്ലെങ്കിൽ സ്വന്തം മനസ്സിനുള്ളിലെ തന്നെ പോരാട്ടമായിരിക്കാം. കൂടാതെ നിങ്ങളിൽ പലർക്കും അടുത്തിടയ്ക്ക് ഒരു വിഷമം അല്ലെങ്കിൽ ഒരു നിരാശ ഉണ്ടായതായിട്ടും കാണുന്നുണ്ട്. ഒരു പക്ഷേ ഒരു ബന്ധം അവസാനിച്ചതാവാം, അല്ലെങ്കിൽ ഒരാളിൽ നിന്നുള്ള ഒരു സപ്പോർട്ട്, ഒരു പ്രതീക്ഷ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതായിരിക്കാം. അപ്പോൾ അത്തരത്തിൽ പല കാരണങ്ങളാൽ നിങ്ങൾക്ക് വന്ന് ചേർന്നിട്ടുള്ള മാനസിക വിഷമം ആരോടും തുറന്ന് പറയാതെ എല്ലാം മനസ്സിൽ ഒതുക്കി വെച്ചാണ് നിങ്ങളിൽ പലരും ഇപ്പോൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ നിങ്ങളിപ്പോൾ ഒരു സ്റ്റക്ക് എനർജിയിലാണ് ഉള്ളതെന്ന് കാണുന്നുണ്ട്. മുന്നോട്ട് പോകണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ അതിന് നിങ്ങൾക്ക് കഴിയുന്നില്ല. അതായത് ഈ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം, പക്ഷേ അതിനുള്ള ഒരു ശക്തി നിങ്ങൾക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഇതൊരിക്കലും നിങ്ങളുടെ മോശം കാലമല്ല എന്നുള്ളതാണ്. കാരണം മാനസികവും ശാരീരികവുമായിട്ട് നിങ്ങൾ തളർന്ന് ക്ഷീണിച്ചിരിക്കുന്ന ഈ ഒരു അവസ്ഥയിലും നിങ്ങളിൽ ചെറിയൊരു ക്ലാരിറ്റി വരാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. പതിയെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ തുടങ്ങുന്നതാണ്. അതായത് ആരാണ് സത്യസന്ധമായിട്ടുള്ളത്, അല്ലെങ്കിൽ ആരെയാണ് നിങ്ങൾക്ക് ആവശ്യം, എന്ത് കാര്യമാണ് നിങ്ങൾക്ക് സന്തോഷം നൽകാത്തത്, അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്നത്, അതുപോലെ തന്നെ എന്തിനെയാണ് വിട്ട് കളയേണ്ടത് എന്നിങ്ങനെയുള്ള വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടാൻ തുടങ്ങുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ വളരെയധികം നിഷ്കളങ്കരായിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. അതിനാലാണ് അത്തരം വേദനകൾ നിങ്ങളെ വളരെയധികം ആഴത്തിൽ സ്പർശിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞതാണെങ്കിലും ഇത് മാറിപ്പോകുന്ന ഒരു ഘട്ടം തന്നെയാണെന്നാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് വന്ന് ചേർന്ന ഈ അവസ്ഥയിൽ നിന്നും മനസ്സിനെ സുഖപ്പെടുത്താനായിട്ട് നിങ്ങൾക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും ഇനിയും ഇത്തരം അനുഭവങ്ങൾ വന്നാലും അവിടെയൊന്നും നിങ്ങൾ തളർന്നു പോവില്ല എന്നുള്ളതാണ്. ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ മാറ്റത്തിൻ്റെ, ഒരു പരിവർത്തന ഘട്ടത്തിൻ്റെ തുടക്കത്തിലാണ് നിങ്ങളിപ്പോൾ ഉള്ളതെന്നാണ്. ഇവിടെ വേദനകളുടെ ഇരുണ്ട ഒരു ഘട്ടം അവസാനിക്കാൻ പോവുകയാണ്. അതിനുശേഷം ഒരു പുതിയ തുടക്കം നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിനും ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഇവിടെ ചില വേദനകൾ നിങ്ങൾക്ക് അനുഗ്രഹങ്ങളായിട്ട് മാറുകയാണ്. ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഒരു വിശ്രമം ആവശ്യമാണെന്ന് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്. ഒരുപക്ഷെ പ്രാർത്ഥനകളിലൂടെ, യാത്രകളിലൂടെ, അതുപോലെ തന്നെ മനസ്സ് തുറന്ന് കരയുന്നതിലൂടെയൊക്കെ ഒരു സമാധാനം നിങ്ങളിലേക്ക് വന്ന് ചേരും എന്നുള്ളതാണ്. അതുപോലെ ശാന്തമായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ഇവിടെ നിങ്ങളിൽ ആത്മവിശ്വാസം തിരികെ വരുന്നുണ്ട്. ഇപ്പോൾ ഇരുട്ടുപോലെ തോന്നുന്നുണ്ടെങ്കിലും അടുത്ത ഘട്ടത്തിൽ ഒരു പ്രകാശമാണ് ഉള്ളതെന്നാണ് കാണുന്നത്.
ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് ശേഷം ജീവിതത്തിലേക്ക് ശാന്തിയും സ്ഥിരതയും കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ മനസ്സിന് ഭാരം കുറയുന്ന ഒരു ഘട്ടം തന്നെയാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത്. മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങളിൽ പലർക്കും ഒരു ബന്ധം ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയിൽ നിന്നുള്ള ഒരു സപ്പോർട്ട്, പ്രതീക്ഷ ഇവയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഏതെങ്കിലും വ്യക്തിയുമായിട്ട് ഒരു പോരാട്ടത്തിലായിരിക്കാം നിങ്ങൾ ഉള്ളത്. അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ ബന്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചില വ്യക്തതയും ആശ്വാസവും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കേണ്ടത് ആരാണ്, ആരെയാണ് വിട്ട് കളയേണ്ടത് എന്നൊരു ധാരണ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. സത്യസന്ധമായിട്ടുള്ള ബന്ധങ്ങൾ നിങ്ങൾക്ക് ശക്തമാവുന്നുണ്ട്. അനാവശ്യമായിട്ടുള്ള ബന്ധങ്ങൾ നിങ്ങളിൽ നിന്നും അകന്ന് പോകുന്നുമുണ്ട്. അതേപോലെ തന്നെ ജോലി, സാമ്പത്തികം എന്നിവയിലൊക്കെ ഒരു മുന്നേറ്റം നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ വിശ്വാസത്തോടെ മുന്നോട്ട് പോവാനും നിങ്ങൾക്കുള്ള നല്ല കാര്യങ്ങൾ നിങ്ങളുടെ വഴിക്ക് തന്നെ ഉണ്ടെന്നുമാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു അവസരം, ഒരു മാറ്റം നിങ്ങൾക്ക് മുന്നിൽ തുറക്കും എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് തളർന്ന് ക്ഷീണിച്ചിരിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വരാനിരിക്കുന്നത് മനസ്സിന് ആശ്വാസം നൽകുന്ന കാര്യങ്ങൾ തന്നെയാണെന്നുള്ളതാണ് കാണുന്നത്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് സംരക്ഷണമായിട്ട് എപ്പോഴും നിങ്ങളോടൊപ്പം ഒരു ശക്തി നിലകൊള്ളുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ഒരു അദൃശ്യ ശക്തിയുടെ സംരക്ഷണം നിങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ ഇത്രയധികം ബുദ്ധിമുട്ടുകൾ, വേദനകളൊക്കെ അനുഭവിച്ചിട്ടും ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് തീർച്ചയായിട്ടും ആ ശക്തിയുടെ സംരക്ഷണം നിങ്ങൾക്ക് ഉള്ളതുകൊണ്ടാണ്. അതിനാൽ തന്നെ നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾക്ക് സംരക്ഷണമുണ്ട് എന്നുള്ളതാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയിലാണോ ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുക. കൂടാതെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.